Hi friends, welcome to my channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബെസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഗ്രിഡ് മേക്കറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ആക്ടേഴ്സിൻ്റെയും അങ്ങനെ പല ഇൻസ്റ്റാഗ്രാം പേജുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്രൊഫൈലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഗ്രിഡ് പോലെ നമ്മൾ ഫോട്ടോയിനെ സ്പ്ലിറ്റ് ചെയ്തിടുന്നത്. അത് പലതരത്തിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിതിൽ ചെയ്തത് 3:3 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തത്. അതായത് റോസും കോളംസും 3:3. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ഒരു ആപ്പാണ് ഉപയോഗിക്കുന്നത്. ആ ആപ്പാണ് ബെസ്റ്റ് ആപ്പ്. അപ്പോൾ ആ ആപ്പാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, എന്നിട്ട് ഇൻസ്റ്റാഗ്രാം ഗ്രിഡ് മേക്കർ എന്ന് സെർച്ച് അടിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 9 ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞൊരു ആപ്പ് കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അതിൽ നമുക്ക് ആ നടുക്കത്തെ ആ സെൻട്രലായിട്ടുള്ള അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഗ്യാലറിയിൽ പോയിട്ട് ഇമേജ് സെലക്ട് ചെയ്യാം. ഗ്യാലറിയിൽ പോയിട്ട് നമുക്ക് വേണ്ട ഇമേജ് സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യേണ്ട ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മുകളിൽ റേഷ്യോസ് ആണ് ചെയ്യുന്നത്. 3:1, 3:2, 3:3, 3:4, 3:5 അങ്ങനെ പറഞ്ഞ് കാണിച്ചാണത്. അപ്പോൾ ആദ്യത്തെ എന്ന് വെച്ചാൽ കോളത്തിൻ്റെയാണ് 3 എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ 3:3 എന്ന് വെച്ചാൽ 3 കോളവും 3 റോയും അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ചെയ്ത് വെച്ചാൽ 3 കോളം 3 റോയുമാണ് ചെയ്ത് വെച്ചാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയിപ്പോൾ ഈ പോസ്റ്റ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 3 കോളം ഉള്ളത് തന്നെ ഇടേണ്ടി വരും. അത് ലെവലായിട്ട് കിടക്കണമെങ്കിൽ. അപ്പോൾ 3 കോളം ഉള്ളത് തന്നെ ഇടേണ്ടി വരും. 3 റോ എത്രണ്ണായാലും കുഴപ്പമില്ല, പക്ഷേ 3 കോളം തന്നെ ഉള്ളത് ഇടേണ്ടി വരും. അതായത് ഓർഡറായിട്ട് ഗ്രിഡായിട്ട് കിടക്കണമെങ്കിൽ ഞാൻ 3 കോളം ഉള്ളതാണല്ലോ അപ്പോൾ ചെയ്ത് വെച്ചാണ്. അതുകൊണ്ട് എനിക്ക് 3യുടെ തന്നെ ചെയ്യേണ്ടി വരും. 2ൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ലെവലായിട്ട് ഓർഡറിൽ കിടക്കില്ല. അപ്പോൾ ഓർഡറിൽ കിടക്കണമെങ്കിൽ 3 കോളം തന്നെ ചെയ്യണം എനിക്കിപ്പോൾ. കാരണം ഞാൻ അത് വെച്ചിട്ടാണ് ഒരു ഗ്രിഡ് ചെയ്ത് വെച്ചാണ്. അല്ലെങ്കിൽ ആ ഗ്രിഡ് പോവും. ആ ഗ്രിഡിൻ്റെ ഇതും പോവും, ഇതിൻ്റെ ഇതും പോവും. എന്ന് വെച്ചാൽ അത് ലെവലായിട്ട് കിടക്കില്ല. അപ്പോൾ നമ്മൾ 3യുടെ തന്നെ ചെയ്യുക. എന്നിട്ട് ക്രോപ്പ് അടിക്കുക. ക്രോപ്പ് അടിച്ച് കഴിയുമ്പോൾ 1 2 3 4 5 6 7 8 9 സ്പ്ലിറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ ഓർഡറിൽ ഫീഡിൽ കൊണ്ടുപോയി ഇടുക. അപ്പോൾ ഒന്നാമത്തെ ഞാൻ ഇടുകയാണ്, ഫീഡിലിടുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സേവ് ഓൾ എന്ന് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം നിങ്ങളുടെ ഗാലറിയിലിട്ട്. അപ്പോൾ ഫീഡിലിടാനായിട്ട് ആ ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീഡിലായിട്ട് ഇടാം. ഇപ്പോൾ നമ്പറിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിച്ച് ഷെയർ അടിച്ച് ഫീഡിലേക്ക് ഇടുക. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഫീഡിലേക്ക് ഇട്ടു. ഇനി രണ്ടാമത്തെ ഇടാണ്. രണ്ടാമത്തെ ഫീഡിലേക്ക് ഇടാം. എഫക്റ്റൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. എഫക്റ്റ് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഫോട്ടോയ്ക്കും ഒരേ എഫക്റ്റ് കൊടുക്കണം. മൂന്നാമത്തെ ഫീഡിലേക്ക് ഇടാം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ ഒരു സ്പ്ലിറ്റ് ചെയ്ത് വെച്ചാൽ സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ കോളം നമ്പറും ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ കോളം നമ്പർ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഓർഡറിൽ കിടക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം ഇങ്ങനെ ഫീഡിലേക്ക് ഇടാം. ഓർഡറിനനുസരിച്ച് ഫീഡിലേക്ക് ഇടാം. നമ്മൾ നമ്പർ ഇട്ടേക്കണം നമ്മൾ ഓർത്ത് വെക്കണം. ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ ഫീഡിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇട്ടത് 5ാമത്തെയാണ് ഇട്ടത്. ഇനി 6ാമത്തെ ഇടാം. ഏഴ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോവേഴ്സ് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ആക്ടേഴ്സിൻ്റെ പേജിലും മറ്റുള്ളവരുടെ പേജിലൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഫോളോവേഴ്സ് കൂടാൻ പല ട്രിക്കുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ട്രിക്കാണ് ഗ്രിഡ് ലേഔട്ട്. അതെങ്ങനെ ചെയ്യാമെന്നാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 9ാമത്തെയാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. ഏറ്റവും അവസാനത്തെയാണിത്. അതുകൂടി ഇടുക. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നോക്കാം. ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് കണ്ടോ, ലോഡാൻ ഇച്ചിരി സമയം എടുക്കും. ഇച്ചിരി സമയം എടുത്തിട്ടാണ് അത് വരുള്ളൂ. അപ്പോൾ വന്നു കണ്ടോ, ആ ഓർഡറിൽ വന്നാണ് കേട്ടോ. അപ്പോൾ ഒരു മറ്റേ താഴെയുള്ള ഫോട്ടോയ്ക്കൊന്നും കുഴപ്പമില്ലാണ്ട്, താഴെയുള്ള സ്പ്ലിറ്റിനും ഒരു കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അതും 3 കോളാണ്, ഇതും 3 കോളാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇനിയൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രിഡ് അങ്ങ് പോവും. അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് 3 പോസ്റ്റ് കൂടി ഇടണം. അതുപോലെ തന്നെ കിടക്കണമെങ്കിൽ
അതിൻ്റെ മുകളിലായിട്ട് തൊട്ട് മുകളിലായിട്ട് 3 ഫോട്ടോ പോസ്റ്റ് കൂടി നമ്മൾ ഇടണം. അപ്പോൾ ഞാനൊരു ഫോട്ടോ ആ ഫോട്ടോ തന്നെ സെയിം ആയിട്ടുള്ളത് ഫുള്ളായിട്ടുള്ളത് ഇടുവാണ്. പിന്നെ 2 പോസ്റ്റ് കൂടി എക്സ്ട്രാ ഇടുവാണ്. അതിപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്ത് കളയാണ്. 2 പോസ്റ്റ് കൂടിയും എക്സ്ട്രാ ഇടുന്നുണ്ട്. അപ്പോൾ 3 പോസ്റ്റ് വേണം. 3 കോളാണല്ലോ, അപ്പോൾ 3 പോസ്റ്റ് വേണം. അത് ഓർഡറായിട്ട് നമ്മുടെ ആ ഗ്രിഡിനൊന്നും പറ്റാണ്ട് കിടക്കണമെങ്കിൽ 3 പോസ്റ്റ് വേണം. ഞാൻ നേരത്തെ ഗ്രിഡിൽ 3 പോസ്റ്റ് ഇട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 3ൻ്റെ കോളായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ 3 പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് സ്പ്ലിറ്റ് ചെയ്യാമായിരുന്നു. ഞാൻ 3 പോസ്റ്റ് കൂടി ഇട്ടു. ഇനിയിപ്പോൾ ഈ ഗ്രിഡിന് ഒരു കുഴപ്പമില്ല, ഈ ഗ്രിഡിനും മറ്റേ ഗ്രിഡിനും ഒരു കുഴപ്പമില്ല, എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നോളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഉയർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.